കൊല്ലം ചവറ സ്വദേശിനിയായ അതുല്യയുടെ മരണത്തിൽ ഭർത്താവ് സതീഷ് നടത്തിയ വെളിപ്പെടുത്തലുകൾ സാമൂഹ്യ മാധ്യമങ്ങളിലും കുടുംബ വൃത്തങ്ങളിലും വൻ പ്രതികരണങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. ആത്മഹത്യ എന്നതിന് പിന്നിൽ ദേഹോപദ്രവം ഉണ്ടായിരുന്നു എന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വെള്ളിയാഴ്ച രാത്രി ഷാർജയിലെ റോളിൽ സ്ഥിതി ചെയ്യുന്ന ഫ്ളാറ്റിനുള്ളിലായിരുന്നു അതുല്യയെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. സംഭവ സമയത്ത് ഭർത്താവ് സതീഷ് വീടിനകത്തുണ്ടായിരുന്നില്ല. പുറത്തുപോയി തിരിച്ചെത്തിയപ്പോൾ ഭാര്യയെ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയതെന്നാണ് സതീഷിന്റെ മൊഴി. മാധ്യമങ്ങളോട് പ്രതികരിച്ച സതീഷ് ആത്മഹത്യയ്ക്കായി താനും ശ്രമിച്ചിരുന്നുവെന്ന് അറിയിച്ചു. എന്നാൽ അതുല്യയുടെ മരണത്തിൽ തനിക്ക് പങ്കില്ലെന്നും സംഭവത്തിന്റെ യഥാർത്ഥ കാരണം വ്യക്തമാകുന്നതുവരെ ആത്മഹത്യ ചെയ്യരുതെന്ന് അദ്ദേഹം പിന്നീട് തീരുമാനിച്ചുവെന്നും പറഞ്ഞു. അതേസമയം അതുല്യയെ ഭർത്താവ് സ്ഥിരമായി ഉപദ്രവിച്ചിരുന്നുവെന്ന് ബന്ധുക്കളും മാതാപിതാക്കളും ആരോപിക്കുന്നു. ഇവരുടെ മൊഴിപ്രകാരം സതീഷ് സ്ഥിരം മദ്യപാനിയായിരുന്നു. അതുല്യയ്ക്ക് നേരെ ആത്മീയവും ശാരീരികവുമായ പീഡനം നടത്താറുണ്ടായിരുന്നു. സഹോദരിയോടും മാതാപിതാക്കളോടും ഇതിനെക്കുറിച്ച് അതുല്യ പലതവണ പങ്കുവച്ചിട്ടുണ്ടെന്നാണ് അവർ വ്യക്തമാക്കുന്നത്. ഭർത്താവ് സതീഷ് അതുല്യയെ തന്റെ മൂത്രം വരെ കുടിപ്പിച്ചെന്നും അവളെ അടിമയാക്കി മുറിയിൽ പൂട്ടിയിട്ടെന്നും സുഹൃത്ത് മൊഴി നൽകി. സ്ത്രീധനത്തിൽ തുടങ്ങി പെൺകുട്ടിയായിപ്പോയി ജനിച്ചത് വരെയുള്ള കാരണങ്ങളാണ് ഈ ദാരുണ പീഡനങ്ങളിലേക്ക് സതീഷിനെ നയിച്ചതെന്നാണ് വെളിപ്പെടുത്തൽ. മരണത്തെ തുടർന്ന് നാട്ടിലെയും ഷാർജയിലെയും ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനുകളിൽ സതീഷിനെതിരെ പരാതി നൽകാനുള്ള നടപടികൾ കുടുംബം തേടിയിട്ടുണ്ട്. അതുല്യയുടെ കുടുംബം നീതിക്കായി പോരാടുമെന്ന് നിയമ പോരാട്ടം തുടരുമെന്നും വ്യക്തമാക്കി.